കുട്ടിക്കാലത്ത് സ്കൂള് വിട്ട് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഇലക്ട്രിക് ലൈനിൽ നിന്നും ഷോക്കേറ്റ് വീണ് പിടയ്ക്കുന്ന ഒരു കാക്കയെ കണ്ടു. അതിന്റെ ഒരു ചിറകിനാണ് തകരാറ് സംഭവിച്ചത്. അല്പം ഉയർന്നു പൊങ്ങും, വീണ്ടും അത് താഴെ വീഴും. പറന്നുയരാൻ വേണ്ടി അത് ശ്രമിക്കുന്നുണ്ട്. ഒരു പൂച്ച വന്ന ആ കാക്കയെ എടുത്തുകൊണ്ട് പോവുകയാണ് ലാസ്റ്റിൽ സംഭവിച്ചത്. ഈ അനുഭവം ഇവിടെ ഷെയർ ചെയ്യാനുള്ള കാരണം, പക്ഷികൾക്ക് പറക്കാൻ രണ്ട് ചിറകുകൾ ആവശ്യമാണ്. അതുപോലെയാണ് നാം മനുഷ്യർക്കും. നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് നമുക്ക് ഉയരണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ നിർബന്ധമായിട്ട് വേണം. ഒന്ന് പ്രവൃത്തി ചെയ്യാനുള്ള മനസ്സ്, അതേപോലെ തന്നെ ആത്മവിശ്വാസം. സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത വ്യക്തികൾക്ക് അവർക്ക് കഴിവുകൾ ഉണ്ടെങ്കിലും അവർക്ക് അർഹതപ്പെട്ട വിജയം ജീവിതത്തിൽ നേടാൻ സാധിക്കാതെ പോകും. അവരെക്കാൾ കഴിവ് കുറഞ്ഞ വ്യക്തികൾ, ആത്മവിശ്വാസമുള്ളവര് വിജയിക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കേണ്ടതായിട്ടും വരും. എങ്ങനെയാണ് നമുക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിയുന്നത്? വലിയ വടം കണ്ടിട്ടില്ലേ? മരമൊക്കെ മുറിച്ചിടാൻ ഉപയോഗിക്കുന്ന കയറ്, വടം വലിക്കൊക്കെ ഉപയോഗിക്കുന്ന ആ കയർ എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? ചെറിയ ചെറിയ ചകിരിനാരുകൾ ചേർത്ത് വെച്ചിട്ടാണ് വലിയ ആ ഒരു കയർ നിർമ്മിക്കുന്നത്. ഇതേപോലെയാണ് നമ്മളുടെ കോൺഫിഡൻസും നിർമ്മിക്കപ്പെടുന്നത്. നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നെഗറ്റീവും പോസിറ്റീവുമായ അനുഭവങ്ങളിൽ നിന്നും ആ അനുഭവങ്ങളിൽ നിന്ന് ജനിക്കുന്ന ചിന്തകളിൽ നിന്നുമാണ് നമുക്ക് കോൺഫിഡൻസ് ജനിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നെഗറ്റീവായ അനുഭവങ്ങളിൽ നിന്ന് നെഗറ്റീവായ ചിന്തകളാണ് നമുക്കുണ്ടാകുന്നതെങ്കിൽ നമ്മളുടെ ആറ്റിറ്റ്യൂഡും നെഗറ്റീവായിരിക്കും. അത്തരക്കാർക്ക് കോൺഫിഡൻസ് കുറവായിരിക്കും. അതേസമയം അനുഭവങ്ങളിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള ചിന്തകളാണ് ഉണ്ടാകുന്നതെങ്കിൽ അവർക്ക് സെൽഫ് കോൺഫിഡൻസ് കൂടുതലായിരിക്കും. ഇവിടെ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ ലോകത്തൊരാൾക്കും സാധിക്കില്ല. നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കേണ്ടത് നിങ്ങളാണ്. ജീവിതമാണ്. പരീക്ഷിക്കപ്പെടും, പരിഹസിക്കപ്പെടും, പിന്തള്ളപ്പെടും. അതിനെ എല്ലാം അതിജീവിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ജീവിതത്തിന്റെ ഈ മനോഹാരിതയെ നാം സ്വീകരിക്കുക. വെല്ലുവിളികളെ ഇഷ്ടപ്പെടുക. കാരണം വെല്ലുവിളികളെ എതിർത്ത് തോൽപ്പിക്കുമ്പോഴാണ് നമുക്കും ശരിയായിട്ടുള്ള ഹാപ്പിനെസ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടായാൽ ആ പരാജയങ്ങൾ ആവർത്തിക്കും. ജീവിതം മുഴുവൻ ഇനി പരാജയങ്ങളാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. പരാജയം വിജയത്തിന്റെ മുന്നോടിയാണ്. പരാജയങ്ങളിലൂടെയാണ് നമുക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് പോസിറ്റീവായ മനോഭാവത്തോടെ പരാജയത്തെയും വിജയത്തെയും സമീപിക്കുക എന്നുള്ളതാണ് ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം. രണ്ടാമത്, നമ്മുടെ ആത്മവിശ്വാസം കൂട്ടുവാൻ വേണ്ടിയിട്ട് നെഗറ്റീവായിട്ടുള്ള ആളുകളെ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തണം. കാരണം നാം മനുഷ്യരാണ്. മറ്റുള്ളവർക്ക് നമ്മളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് കഴിയും. നെഗറ്റീവായ ആളുകളുമായിട്ട് നാം കൂട്ടുകൂടിയാൽ അവരുടെ വാക്കുകളും പ്രവൃത്തികളും നമ്മളുടെ ആത്മവിശ്വാസം കുറയ്ക്കും. അതുകൊണ്ട് അത്തരക്കാരുമായിട്ടുള്ള സൗഹൃദം ഒഴിവാക്കുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മൂന്നാമത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുത, നമ്മളുടെ അറിവുകളും കഴിവുകളും വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഏതൊരു കാര്യത്തിലാണ് അറിവ് കുറവുള്ളത്? നിങ്ങളൊരു വേദിയിൽ പ്രസംഗിക്കാൻ വേണ്ടി പോകുന്നു. ആ പ്രസംഗത്തിന് വേണ്ടുന്ന സബ്ജക്റ്റിൽ നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ട് ഒരു പരിഭ്രമം ഉണ്ടാവും. വാഹനം ഓടിച്ച് നല്ല എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ഒരു പരിഭ്രമം ഉണ്ടാകും, ഭയം ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അറിവില്ലായ്മ. അതുകൊണ്ട് മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. നാലാമത് നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല ആത്മവിശ്വാസമുള്ളവരെ മാതൃകയാക്കുക എന്നുള്ളതാണ്. ആത്മവിശ്വാസമുള്ളവരുടെ ചില പ്രത്യേകതകൾ കണ്ടിട്ടില്ലേ? അവരെപ്പോഴും നടക്കുന്നത് എങ്ങനെ ആയിരിക്കും? അവർ തല ഉയർത്തിപ്പിടിച്ചായിരിക്കും നടക്കുന്നത്. സംസാരിക്കുന്നത് കണ്ണിൽ നോക്കിയായിരിക്കും. അവരുടെ വാക്കുകളിലും ബോഡി ലാംഗ്വേജിലും എല്ലാം ആ ആത്മവിശ്വാസം നമുക്ക് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അവരുടെ സംസാരം നല്ല വ്യക്തവും ശക്തവുമായിരിക്കും. ക്ലിയർ ആയിരിക്കും അവർ പറയുന്ന കാര്യങ്ങൾ. അതേസമയം ആത്മവിശ്വാസം കുറവുള്ളവർ സംസാരിക്കുന്നത് എങ്ങനെയാണ്? അവരെപ്പോഴും താഴ്ന്ന ശബ്ദത്തിലായിരിക്കും സംസാരിക്കുന്നത്. അവരുടെ നടത്തയിലും ശരീരഭാഷയിലും ഒക്കെ തന്നെ ആ ആത്മവിശ്വാസ കുറവ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ അവരെ മാതൃകയാക്കുക. നല്ല ആത്മവിശ്വാസമുള്ള ആൾക്കാരെ നാം മാതൃകയാക്കുക. അങ്ങനെ നമ്മളുടെ ശ്രമം കൊണ്ട്, ബോധപൂർവമായിട്ടുള്ള ശ്രമം കൊണ്ട്, ഒന്ന്, നമ്മളുടെ മനസ്സിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നിറയ്ക്കുന്നു. രണ്ട്, പോസിറ്റീവായിട്ടുള്ള ആത്മവിശ്വാസമുള്ള ആൾക്കാരുടെ ജീവിത രീതി, അവരുടെ വെർബലും നോൺ വെർബലുമായിട്ടുള്ള അവരുടെ ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതെല്ലാം നാം എന്ത് ചെയ്യുന്നു? കോപ്പി ചെയ്യുന്നു. ഇങ്ങനെ നാം തന്നെ നമ്മളെ ഉയർത്താൻ ഒരു പരിശ്രമം നടത്തിയാൽ സ്വാഭാവികമായി പതുക്കെ പതുക്കെ നമ്മളിലെ ആത്മവിശ്വാസം വർദ്ധിച്ചു വരും.
അത് നമ്മളുടെ ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ സമ്മാനിക്കുകയും ചെയ്യും. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.